ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇങ്ങനെ തന്നെയല്ല എപ്പോഴും പറയാറ്. ലക്സംബർഗിൽ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ആദ്യം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലക്സംബർഗിൽ മാത്രമുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. അതിനുശേഷം കോമൺ ആയിട്ട് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസും ഞാൻ പറയാം. ആദ്യത്തെ ആപ്ലിക്കേഷൻ mobilitite.lu ആണ്. നമ്മൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഒരു ട്രെയിൻ സ്റ്റേഷനിലേക്കോ ഒരു ട്രാം സ്റ്റോപ്പിലേക്കോ ഒരു ബസ് സ്റ്റോപ്പിലേക്കോ എത്ര ദൂരമുണ്ട്, എത്ര ദൂരം നടന്നു കഴിഞ്ഞാലാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അങ്ങോട്ട് എത്താൻ പറ്റുക, എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര സമയം എടുക്കും അങ്ങോട്ട് എത്താൻ, അവിടുന്ന് പിന്നെ ബസ്സാണോ ട്രെയിൻ ആണോ ട്രാം ആണോ അതിൻ്റെ ഒരു ടൈമിംഗ്, ഏതെങ്കിലും കണക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്, അങ്ങനെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാ ഇൻഫർമേഷനും ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് mobilitite.lu. ഇതേ ഇൻഫർമേഷൻ നമുക്ക് ഗൂഗിൾ മാപ്സിൽ കിട്ടും എന്നുണ്ടെങ്കിൽ കൂടെ നമ്മൾക്കിപ്പോൾ റിയൽ ടൈം ആയിട്ട് ഏതെങ്കിലും ഒരു ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ അത് ഈ mobilitite.lu എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻസിലായിരിക്കും ഫസ്റ്റ് കാണുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ലക്സംബർഗിൽ വരുമ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷനാണ് mobilitite.lu. ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ലക്സംബർഗിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് നോക്കി പോകാൻ പറ്റും. ഇപ്പോൾ ട്രെയിനിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ ബെൽജിയത്തിലേക്കോ ഫ്രാൻസിലേക്കോ ഒക്കെയാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുക്കണമല്ലോ. അപ്പോൾ ടിക്കറ്റ് റിസർവേഷൻ, അതിൻ്റെ ടൈമിംഗ് നോക്കാനൊക്കെ നമുക്ക് CFL International എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ചെക്കിങ്ങിൻ്റെ സമയത്ത് കാണിക്കാനും വേറെ ടിക്കറ്റുകൾ എടുക്കാനും ട്രെയിൻ ടൈമിംഗ് നോക്കാനും ടൈം ടേബിൾസും സ്കെഡ്യൂൾസും ഒക്കെ നോക്കാനും സാധിക്കും. പിന്നെ അതിനുശേഷം വരുന്നതാണ് ഗൂഗിൾ മാപ്സ്. ഗൂഗിൾ മാപ്പ് പിന്നെ ലക്സംബർഗത്തെ മാത്രം പ്രത്യേക ആപ്പൊന്നുമല്ല, നാട്ടിലെല്ലാവരും യൂസ് ചെയ്യണ ആപ്ലിക്കേഷനാണ്. എന്നാലും ഗൂഗിൾ മാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കടേൻ്റെ ഒരു ലൊക്കേഷനോ അല്ലെങ്കിൽ നാട്ടിലത്തെ അതേ യൂസ് തന്നെ ഗൂഗിൾ മാപ്പും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ട് വരും. ഇനിയിപ്പോൾ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്തൊരു സമയത്താണ് അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യേണ്ട, നമുക്കൊരു ടാക്സി പിടിച്ചിട്ട് പോവുക എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ് webtaxi.lu. ഇവിടെ ഇതുവരെ ഊബർ നിലവിൽ വന്നിട്ടില്ല, അതുകൊണ്ട് webtaxi.lu ആണ് എല്ലാവരും യൂസ് ചെയ്യാറ്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആകുമ്പോൾ ടാക്സി പിടിച്ച് പോണത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും, എന്നാലും ചില സാഹചര്യത്തിൽ നമുക്കത് എന്തായാലും വേണ്ടി വരും. സോ webtaxi.lu. വെബ് മാത്രമല്ല, ഹെലോ ടാക്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൂടെ ഉണ്ട് ഈ ടാക്സി ബുക്കിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ട്രാവലിന് യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് പോകാം, അതായത് ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട്. ഇവിടെ അപ്പോയിൻമെന്റ് എടുക്കാതെ ഒരു ഹോസ്പിറ്റലും ഒരു ഡോക്ടറെ അടുത്തും നമുക്ക് പോകാൻ പറ്റില്ല, അൺലെസ് അതൊരു എമർജൻസി ആണ് എന്നുണ്ടെങ്കിൽ. അപ്പോൾ doctina.lu എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഡോക്ടർ അപ്പോയിൻമെന്റ്സ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ഏത് ലാംഗ്വേജ് സ്പീക്ക് ചെയ്യുന്ന ഡോക്ടർ വേണം, ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർ വേണം ഒക്കെ നമുക്ക് ആ ആപ്പ് വഴി നമുക്ക് സുഖമായിട്ട് നോക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുറച്ച് മണി റിലേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസും ഞാൻ പരിചയപ്പെടുത്താം. ഇവിടെ ഗൂഗിൾ പേ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികമാരും ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇവിടുത്തെ ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് റെവല്യൂട്ട്. റെവല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ബാങ്കിങ് കൂടെയാണ്, അതായത് നമുക്കൊരു ഓൺലൈൻ ബാങ്കാണ്, നമുക്ക് അതിൽ അക്കൗണ്ട് എടുക്കാം, അതേപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ റെവല്യൂട്ട് ഒരു ഓപ്ഷനാണ്. പിന്നെ ട്രാൻസ്ഫർ വൈസ് എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര് വന്നിരിക്കുന്നത്. അത് യൂസ് ചെയ്തിട്ട് നമുക്കിപ്പോൾ നാട്ടിലേക്ക് കാശ് അയക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടെങ്കിൽ കൂടെ റെവല്യൂട്ടും വൈസും ഒക്കെയാണ് എല്ലാവരും നാട്ടിലേക്ക് കാശ് അയക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറ്. പിന്നെ ഉള്ളത് പേയ്പാലാണ്. പേയ്പാലും ഇപ്പോൾ UPI പേയ്മെന്റ്സ് പോലെ സ്കാൻ ചെയ്ത് പേ ചെയ്യുന്നിടത്തൊക്കെ കുറച്ച് പോപ്പുലർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വളരെ ടാസ്ക് പിടിച്ചൊരു കാര്യമാണ് ഇവിടുത്തെ ഹൗസിംഗ്, വീട് റെന്റിന് എടുക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് @home.lu, immotop.lu. ഈ രണ്ട് ആപ്ലിക്കേഷൻ വഴിയാണ് ഇവിടെ ഒരുവിധം എല്ലാവരും വീട് സെർച്ച് ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഫേസ്ബുക്കിൽ ഒരുപാട് ഗ്രൂപ്പ്സ് ഉണ്ട്, പക്ഷെ അതേപോലെ തന്നെ ഫ്രോഡ് ആക്ടിവിറ്റീസും ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ഹോട്ടൽ ബുക്കിംഗ് ഒക്കെയാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റേ കുറച്ച് ഒരു ഷോർട്ടർ ഡ്യൂറേഷനിലേക്കാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ booking.com യൂസ് ചെയ്തിട്ടോ Airbnb യൂസ് ചെയ്തിട്ടൊക്കെ നമ്മൾ സ്റ്റേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നത് കുറച്ച് ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് ഒരു പാർസൽ ഇങ്ങോട്ട് അയക്കുകയാണ്, ഇന്ത്യ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കൊറിയർ പാർട്ട്ണർ വഴിയൊക്കെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലക്സംബർഗിൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. പോസ്റ്റ് ലക്സംബർഗ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ബുക്കിംഗ് ID അല്ലെങ്കിൽ റെഫറൻസ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ട്രാക്കിംഗ് കിട്ടും. അത്
ഔട്ട് ഫോർ ഡെലിവറി ആവുന്ന ആ ഒരു പോയിന്റ് വരെ നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നെയ്ബർഹുഡിലെ എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഹോപ്ലർ. അതിൽ നെയ്ബർഹുഡിലത്തെ ആൾക്കാർ മാത്രമായിരിക്കില്ല, കമ്മ്യൂൺ ഓഫീസിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കമ്മ്യൂണെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ, ആ കമ്മ്യൂണ് മാത്രം അറിയേണ്ട ഓരോ കാര്യങ്ങൾ, നമ്മുടെ ട്രാഷ് ബിനൊക്കെ പോകുന്ന ദിവസം, ഏതെങ്കിലും ദിവസം എന്തെങ്കിലും കാരണത്താൽ അത് പോകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫർമേഷൻ, എന്നാണ് അത് കളക്ട് ചെയ്യാൻ വരുന്നത്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, കമ്മ്യൂൺ എന്നുള്ള ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഹോപ്ലറിലുണ്ടാവും. അതേപോലെ തന്നെ നെയ്ബർഹുഡിലത്തെ ആൾക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവർ ഫ്രീ ആയിട്ട് ഗിവ് അവേ നടത്തും. അതിൻ്റെ ഒരു ഇൻഫർമേഷനൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു നെയ്ബർഹുഡിനെ മാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനാണ് ഹോപ്ലർ. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പറഞ്ഞതിൻ്റെ കൂടെ തന്നെ ഇവിടെ എന്തായാലും വേറൊരു ലാംഗ്വേജ് അറിയുന്നതും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഡ്യുലിംഗോ പോലത്തെ ആപ്സ് വഴി നമുക്ക് പുതിയ ലാംഗ്വേജസ് പഠിക്കാൻ പറ്റും. അപ്പോൾ ഡ്യുലിംഗോ ആപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് എന്നൊക്കെ പറയണ പോലെ ഫുഡ് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഗോസ്റ്റി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. അതേപോലെ തന്നെ വെഡ്ലി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ഉണ്ട്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും വി ഡെലിവർ. പിന്നെ തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ലിഡിലാണെന്നുണ്ടെങ്കിൽ ലിഡിൽ പ്ലസ് എന്ന് പറഞ്ഞ അവരുടേതായ ആപ്ലിക്കേഷൻ ഉണ്ട്. നമുക്ക് കുറച്ച് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓരോ വീക്ക്ലി വരുന്ന പ്രൊമോഷൻസിൻ്റെ ബുക്ക്ലെറ്റ് ഒക്കെ ആ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. അതേപോലെ തന്നെ ലിഡിൽ പ്ലസ് കസ്റ്റമേഴ്സിന് കുറച്ചൊരു കുറച്ച് ഡിസ്കൗണ്ടും കാര്യങ്ങളും കുറച്ച് ഐറ്റംസ് ഒക്കെ ഫ്രീ ആയിട്ടൊക്കെ ഇടയ്ക്ക് കിട്ടാറുണ്ട്. സോ ഓരോ സൂപ്പർ മാർക്കറ്റ്സിനും അവരുടേതായ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾ ഏത് സൂപ്പർ മാർക്കറ്റിലാണോ പോണത് അവരുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതും ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നത് യൂസ്ഫുൾ ആയിരിക്കും. അങ്ങനെ ലിഡിൽ പ്ലസിനുണ്ട്, അതേപോലെ തന്നെ ആക്ഷനുണ്ട്. മെയിൻലി ഓരോ വീക്ക്ലി വരുന്ന ഓഫേഴ്സ് അറിയാൻ വേണ്ടിയിട്ടും പിന്നെ എന്തെങ്കിലും പ്രൊമോഷൻസ് കിട്ടാൻ വേണ്ടിയിട്ടുമാണ്. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്, ബട്ട് കുറച്ച് യൂസ്ഫുൾ ആണ്. ഈ ആപ്ലിക്കേഷൻ ഒന്നും എന്തായാലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം ഒന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ലക്സംബർഗിലാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ലക്സംബർഗിൽ വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഏതെങ്കിലും പോയിന്റിൽ എങ്ങനെയെങ്കിലും നിങ്ങളൊരു ഹെൽപ്പ് ചെയ്യാൻ സാധ്യതയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ്. സോ ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചത്. സോ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.